നമസ്കാരം. ലഡാക്ക് സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ്. സമാധാന സാഹചര്യം തിരിച്ചു വരാതെ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ലേ അപെക്സ് ബോഡി നിലപാടെടുക്കുന്നു. ഒപ്പം സോനം വാങ്ചുക്കിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടാൻ സർക്കാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനധികൃത ഭൂമി കൈയേറ്റം ആരോപിച്ചാണ് നടപടി. സമഗ്ര വാർത്തകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ചരിത്രത്തിലില്ലാത്ത ധനപ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്ന് പ്രതിപക്ഷം. നികുതി വരുമാനം കൂട്ടാൻ ഒരു പദ്ധതിയുമില്ല എന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ വി.ഡി. സതീശൻ. പ്രതിസന്ധി നേരിടുമ്പോഴും ഒരു കാര്യത്തിനും മുടക്കം വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ. ഒരു പദ്ധതിയും നിന്നുപോയിട്ടില്ലെന്നും നികുതി വരുമാനം കൂടിയെന്നും ധനമന്ത്രി. പ്രതിപക്ഷ പിന്തുണയോടെ സമഗ്ര വോട്ടർ പട്ടിക സുതാര്യമാക്കണമെന്ന പ്രമേയം പാസാക്കി നിയമസഭ. തിടുക്കപ്പെട്ടുള്ള പരിഷ്കരണം ദുരുദ്ദേശത്തോടെയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയ നിഴലിലെന്നും മുഖ്യമന്ത്രി. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണം. പരിപാടി 4 മണിക്കൂർ മനഃപൂർവ്വം വൈകിപ്പിച്ചെന്ന് എഫ്ഐആർ. ഹേമമാലിനിയുടെ നേതൃത്വത്തിൽ കരൂരിലേക്ക് 8-അംഗ സംഘത്തെ നിയോഗിച്ച് ജെ.പി. നദ്ദ. പരിക്കേറ്റവരെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ശബരിമല സ്വർണ്ണപ്പാളി കേസ് വിരമിച്ച ജഡ്ജി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. സ്വർണ്ണാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം. സ്ട്രോങ് റൂമിലെ കണക്കെടുക്കണം. അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാൻ അനുമതി. ഒക്ടോബർ 17 പുനഃസ്ഥാപിക്കും. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് മന്ത്രി വി.എൻ. വാസവൻ. MSC എൽസ കപ്പലപകടം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ദുരിതാശ്വാസമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. കപ്പൽ അധികൃതരിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടിയില്ല. ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളികൾ. ടോപ് 10 സ്പെഷ്യൽ. വിദേശ നിർമ്മിത സിനിമകൾക്ക് 100% തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സിനിമാ നിർമ്മാണ മേഖലയെ മറ്റു രാജ്യങ്ങൾ മോഷ്ടിച്ചെന്ന് ട്രംപ്. അമേരിക്കയിൽ നാളെ ഒറ്റ ദിവസം സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കുന്നത് 1,00,000 പേർ. നടപടി വിവിധ വകുപ്പുകളുടെ പുനഃസംഘടനയും ചെലവ് ചുരുക്കലിന്റെയും ഭാഗം. ഡെമോക്രാറ്റ് നേതാക്കളുമായി ചർച്ച നടത്താൻ ഡൊണാൾഡ് ട്രംപ്. IS റിക്രൂട്ട്മെന്റ് കേസിൽ ശിക്ഷ വിധിച്ച NIA കോടതി. കോയമ്പത്തൂർ സ്വദേശികളായ 2 പ്രതികൾക്കും 8 വർഷം വീതം കഠിന തടവ്. തെളിഞ്ഞത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. ഇരുവരും കോയമ്പത്തൂർ ഉക്കടം കാർ ബോംബ് കേസിലും പ്രതികൾ. ഏഷ്യാകപ്പ് മത്സരത്തിലെ ജേതാക്കളായ ഇന്ത്യക്ക് ലഭിക്കേണ്ട കപ്പ് പാക് ആഭ്യന്തരമന്ത്രിയും ACC ചെയർമാനുമായ മൊഹസിൻ നഖ്വി കൊണ്ടുപോയത് വിവാദത്തിൽ. കടത്തിയ ട്രോഫി ഉടൻ തിരികെ നൽകണമെന്ന് BCCI. ICCക്ക് പരാതി നൽകും. ഏഷ്യാകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ഗാസയിൽ വെടിനിർത്തലിനായി അമേരിക്ക മുന്നോട്ടുവെച്ച 21 നിർദ്ദേശങ്ങൾ തള്ളി ഹമാസ്. ഗാസയുടെ ഇടക്കാല ഭരണത്തിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ അംഗീകരിക്കില്ല. ഗാസയിലെ ആഭ്യന്തര ഭരണം പലസ്തീൻ ജനതയാണ് തീരുമാനിക്കേണ്ടതെന്നും ഹമാസ്. സ്റ്റോറി ഓഫ് ദ ഡേ. നേട്ടം ഓർമ്മശക്തിയിലൂടെ. സമസ്ത മേഖലയിലും സർക്കാരിന് സാമ്പത്തിക കെടുകാര്യസ്ഥതയെന്നും ഇത്രയേറെ ട്രഷറി സ്തംഭനവും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതും ഈ സർക്കാരിന്റെ കാലത്താണെന്നും അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം. സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും പ്രതിസന്ധിയില്ല എന്നും ആഭ്യന്തര നികുതി വരുമാനം വർദ്ധിച്ചുവെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ മറുപടി. സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ 2.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തള്ളി. സർക്കാരിന്റെ ധനമാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ഗ്രാന്റുകൾ മുഴുവൻ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കിടയിലും ആഭ്യന്തര നികുതി വരുമാനം വർദ്ധിച്ചതുകൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് ഭരണപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. GST വരുമാനത്തിൽ 2.58% കുറവുണ്ടെന്നും സമസ്ത മേഖലയിലും സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാണാനാകുമെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. അഗ്രികൾച്ചറിൽ ഇതുവരെ 20% മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ അർബൻ ഡെവലപ്മെന്റിൽ 23%, സഹകരണ മേഖലയിലാണ് 11%, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ 15.7%,
ഇൻഡസ്ട്രി 23%, ഊർജം എന്ന് പറയുന്നത് 0% ആണ് സാർ കാണിക്കുന്നത്. എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് കാണിക്കുന്നതിന്റെ ചെറിയൊരു സൂചനയാണ് സാർ. ഇതിന്റെ എല്ലാം വേദന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം വിവിധ മേഖലകളിലെ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് ഇത്രയേറെ തവണ ട്രഷറി സ്തംഭനം മറ്റൊരു സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് വിമർശിച്ചു. ബാറുകളുടെ എണ്ണം ഉയർന്നിട്ടും ആനുപാതികമായി നികുതി വരുമാനം വർദ്ധിച്ചിട്ടില്ല എന്നും സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടും നികുതി പിടിച്ചെടുക്കാനാകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വികസന രംഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സർക്കാർ നടത്തേണ്ട അത്യാവശ്യം പർച്ചേസുകളിലുമെല്ലാം ഗുരുതരമായ തകർച്ചയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗ്രാന്റുകൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിനെ പഴിചാരിയും സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയുമാണ് ധനമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിയത്. ഒരു വർഷം ശരാശരി 57,000 കോടി രൂപയായി കേന്ദ്രവിഹിതം കുറഞ്ഞിട്ടും കേരളം മുന്നോട്ടു പോകുന്നത് ധനകാര്യ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഐ ഡോണ്ട് കെയർ എന്നതല്ല സർക്കാരിന്റെ സമീപനമെന്നും എല്ലാവരെയും ചേർത്തു നിർത്തുന്ന സർക്കാരാണെന്നും പ്രതിപക്ഷത്തെ കുത്തി ധനമന്ത്രി പറഞ്ഞു. ഇനിയിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബുദ്ധിമുട്ടിനിടയിലും മാനേജ് ചെയ്യുന്ന ഈ സർക്കാരിന് കഴിയും എന്ന ആളുകൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നത്. വെറുതെ പറയുന്നതല്ല സർ. കേരളത്തിനകത്ത് നമ്മൾ 500 കോടി നമ്മൾ മുടക്കുമ്പോൾ 500 കോടി വെറുതെ തരണം. ഇതാ കണക്ക്. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന 500 കോടി അഡ്വാൻസ് ചെയ്തിട്ട് അതിന്റെ കൂടി റീഇംബേഴ്സ്മെന്റ് അത്രയും കൂടി തരാത്തതുകൊണ്ടാണ് പണി നിൽക്കുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. പക്ഷേ സാർ, ചർച്ചയ്ക്കൊടുവിൽ പ്രമേയം തള്ളിയതായി സ്പീക്കർ അറിയിച്ചു. ഈ സഭാ സമ്മേളനത്തിലെ 4ാമത്തെ അടിയന്തര പ്രമേയമാണ് സർക്കാർ ചർച്ചയ്ക്കെടുക്കുന്നത്. പോലീസിന്റെ വീഴ്ചയും മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധിയും വിലക്കയറ്റവും അടിയന്തര പ്രമേയമായി സഭയിൽ ചർച്ച ചെയ്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പറിയിച്ച് കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കി. ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രമേയം അംഗീകരിച്ചത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടക്കം മുതലേ എതിർക്കുന്നവരാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഷ്കരണ നടപടികൾ മതി എന്ന നിലപാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണെന്നും ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപം വ്യാപകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ SIR നടപ്പാക്കാനുള്ള നീക്കം നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിനു മുൻപ് 2002 കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത്. ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് 2002 അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രമേയം പാസാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. SIRൽ ആശങ്കയുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വളഞ്ഞ വഴികളിലൂടെ പൗരത്വം നിയമം നടപ്പിലാക്കുന്നതിനുള്ള നീക്കമാണ് SIR എന്നും ബീഹാർ മോഡലിൽ കേരളത്തിൽ SIR നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. SIRനെതിരായ സർക്കാർ പ്രമേയത്തെ LDF അംഗീകരിക്കുന്നുവെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും അർഹരായവരെ ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഈ പട്ടിക പരിഷ്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കാൻ കഴിയുന്നതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിയമസഭ പ്രമേയം പാസാക്കിയതിൽ പ്രതികരണവുമായി BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പ്രമേയമെന്നും വോട്ടർ പട്ടിക ശുദ്ധീകരണം നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പിന് ആവശ്യമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർത്തുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഈ സംയുക്ത പ്രമേയം ദുരൂഹമാണ്, അതുപോലെ തന്നെ പ്രതിഷേധാർഹമാണ്. തെറ്റുകളില്ലാത്ത വോട്ടർ പട്ടിക, അതാണ് ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അതുകൊണ്ട്
കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ്. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് അറസ്റ്റിലായത്. ഒളിവിൽ കഴിയുമ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 5 വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണം. വിജയ് റാലിക്കെത്താൻ വൈകിയത് മനഃപൂർവ്വമാണെന്ന് FIR-ൽ പരാമർശം. അതേസമയം കേന്ദ്രം നിയോഗിച്ച 8-അംഗ NDA സംഘം കരൂർ സന്ദർശിക്കും. കരൂരിലെ റാലി വിജയ് മനഃപൂർവ്വം വൈകിപ്പിച്ചെന്നാണ് FIR-ലെ പരാമർശം. കൂടുതൽ ആളുകളെ എത്തിക്കാനായി പരിപാടി 4 മണിക്കൂർ വൈകിപ്പിച്ചു. 10,000 പേരുടെ പരിപാടിക്കാണ് അനുമതി നൽകിയത്. എന്നാൽ അനുമതി നൽകിയതിലും കൂടുതൽ ആളുകൾ പരിപാടിക്കെത്തി. ഇത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയതെന്നും FIR-ലുണ്ട്. ജനക്കൂട്ടത്തെ ആകർഷിക്കാനും പാർട്ടിയുടെ ശക്തി പ്രകടിപ്പിക്കാനുമായിരുന്നു അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയത്. അനുമതിയില്ലാതെ റോഡിൽ നിർത്തി സ്വീകരണം ഏറ്റുവാങ്ങി. TVK നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അനുസരിച്ചില്ലെന്നും FIR-ൽ പരാമർശമുണ്ട്. ഈ സാഹചര്യത്തിലാണ് TVK ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം. അതേസമയം വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ. പണയൂരിലെ വീട്ടിലായിരുന്ന വിജയ് രാവിലെ പട്ടണം പക്കത്തെ വീട്ടിലേക്ക് മാറി. TVKയുടെ 2ാമത്തെ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കരൂർ സന്ദർശിക്കുന്നതിനായി 8-അംഗ NDA സംഘത്തെ നിയോഗിച്ചു. ഹേമമാലിനി MP-യുടെ നേതൃത്വത്തിലാണ് സംഘം കരൂരിൽ എത്തുക. രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. TVK റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിൽ അനുശോചനം അറിയിച്ചെന്നും ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഇല്ലെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കരൂർ ദുരന്തത്തിൽ മരണം 41ആയി. 50 പേർ ചികിത്സയിലാണ്. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന TVKയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചില്ല. ഹർജി വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. അതിനിടെ വിജയ്ക്ക് ദുരന്തസ്ഥലം സന്ദർശിക്കാനുള്ള അനുമതി നൽകാനാകില്ലെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന വിജയുടെ പാർട്ടി TVK നൽകിയ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. ഇന്നത്തെ പ്രത്യേക സിറ്റിംഗ് റദ്ദാക്കിയതായി ജഡ്ജിമാർ അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് ഹർജി പരിഗണിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും TVK കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കരൂർ ദുരന്തത്തിൽ ഉത്തരവാദികളായ തമിഴക വെട്രിക്കഴകത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി. ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. പരിക്കേറ്റ 55 പേർ ആശുപത്രി വിട്ടെന്നും നിലവിൽ 50 പേരാണ് ചികിത്സയിൽ കഴിയുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ദുരന്തത്തിന് ശേഷം മൗനം തുടർന്ന വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും വിജയ് നടത്തിയിരുന്നില്ല. ദുരന്തത്തിന് ശേഷം ചെന്നൈ നീലങ്കരയിലെ വസതിയിലായിരുന്ന വിജയ് പുറത്തിറങ്ങിയെങ്കിലും കരൂരിലേക്ക് പോകുമോ എന്നതിൽ വ്യക്തതയില്ല. ദുരന്തസ്ഥലം സന്ദർശിക്കാനുള്ള അനുമതി വിജയ്ക്ക് നൽകാനാകില്ലെന്ന് പോലീസും അറിയിച്ചു. അതിനിടെ വിവിധയിടങ്ങളിൽ വിജയ്ക്കെതിരെ പോസ്റ്റർ ഉയർന്നു. കൊലയാളിയായ വിജയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററാണ് കരൂർ നഗരത്തിൽ പതിച്ചിരിക്കുന്നത്. തമിഴ്നാട് വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന പേരിലാണ് ചോര പുരണ്ട കൈയുമായി നിൽക്കുന്ന വിജയുടെ ചിത്രങ്ങളോടെയുള്ള പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പോസ്റ്ററുകൾക്ക് പിന്നിൽ DMKയും സെന്തിൽ ബാലാജിയുമാണെന്ന് TVK ആരോപിക്കുന്നു. അതേസമയം വിജയ്ക്കെതിരെ തുടക്കത്തിൽ നടപടി വേണ്ടെന്നാണ് DMKയിലെ ധാരണ. അതിനിടെ രാഹുൽ ഗാന്ധി വിജയെ വിളിച്ച് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിച്ചതിന് തൊട്ടുപിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിജയുമായി സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണം. വിരമിച്ച ജഡ്ജി കണക്കെടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാനും ഹൈക്കോടതി അനുമതി നൽകി. ഇളക്കിമാറ്റിയ സ്വർണ്ണപ്പാളി ഒക്ടോബർ 17-ന് പുനഃസ്ഥാപിക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ചീഫ് വിജിലൻസ് ഓഫീസർ വിശദമായി അന്വേഷിക്കണമെന്നും വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്നുമാണ് ഹൈക്കോടതി ഉത്തരവ്. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതടക്കം വലിയ സംശയങ്ങളും ആശങ്കകളും ഉണ്ടെന്ന് കോടതി വ്യക്തമാക്കി. അന്വേഷണത്തിന് രഹസ്യ സ്വഭാവം വേണമെന്നും വിവരങ്ങൾ ആർക്കും തന്നെ കൈമാറരുതെന്നും കോടതി പറഞ്ഞു. സ്ട്രോങ് റൂമിലെ വസ്തുക്കളുടെ കണക്കെടുക്കണം. തിരുവാഭരണം രജിസ്റ്ററും പരിശോധിക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമലയിലെ കാര്യങ്ങൾ നടക്കുമ്പോഴും സ്വർണ്ണപ്പാളികളുടെ തൂക്കത്തിൽ കുറവ് വന്നതിൽ വലിയ ആശങ്കയാണ് കോടതി പ്രകടിപ്പിച്ചത്. കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചതും ഇതേ കാരണത്താലാണ്. 4 കിലോ സ്വർണം കുറവുണ്ടായിട്ടും രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്ത വിഷയവും അന്വേഷണ പരിധിയിൽ വരും. അമൃത ന്യൂസ്, കൊച്ചി.
ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിലെ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഗുരുതര വീഴ്ചയാണ് ദേവസ്വം ബോർഡിനുണ്ടായത്. PS പ്രശാന്ത് പ്രസിഡന്റ് സ്ഥാനം സ്വയം രാജിവെക്കുകയോ സർക്കാർ പുറത്താക്കുകയോ ചെയ്യണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ള ഈ തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, അവയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ കൈവശമില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൽ അവർക്ക് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കണക്കും ഒന്നിനുമില്ലാത്ത ഒരു സ്ഥിതിയാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇനി തുടരുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവത്തിൽ നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം നടക്കണമെന്ന് BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ്. 4.5 കിലോ സ്വർണ്ണമാണ് കാണാതായത്. കോടിക്കണക്കിന് സ്വത്ത് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചിട്ടുണ്ടാകാം. ശബരിമലയിലും പിണറായി സർക്കാർ തീവട്ടിക്കൊള്ള നടത്തുകയാണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ആരോരും അറിയാതെയാണ് ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. ഈ ശില്പത്തിന് താഴെ നിൽക്കുന്ന പീഠം, ആ പീഠങ്ങൾ കാണാനില്ല. ഇപ്പം 4.5 കിലോ കാണാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മോഷണം തന്നെയാണ്. ഇതിനെക്കുറിച്ച് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠത്തിലെ സ്വർണ്ണപ്പാളി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയതിലെ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്ന് ആവശ്യം ശക്തമാവുകയാണ്. ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി VN വാസവനും അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ആവശ്യപ്പെട്ടു. അതേസമയം പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വീട്ടിൽ കൊണ്ടുവന്നതെന്ന് സഹോദരി മിനി ദേവിയും ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറുമൂട്ടിലെ വീട്ടിൽ നിന്നുമാണ് ദേവസ്വം വിജിലൻസ് ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപീഠം കണ്ടെത്തിയത്. പീഠം കാണാനില്ലെന്ന് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പീഠം സീൽ ചെയ്ത കവറിൽ വീട്ടിലെത്തിച്ചതെന്ന് സഹോദരി മിനി ദേവി പറഞ്ഞു. വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളോട് അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല. പലപ്പോഴും സാധനങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ കൊണ്ടുവരാറുണ്ടെന്നും അത് തിരികെ കൊണ്ടുപോകാറുണ്ടെന്നും സഹോദരി ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പറയുന്നു. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും. പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്. അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്. അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അതേസമയം സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയെന്ന് സംശയിക്കുന്നതായും ഇക്കാര്യത്തിൽ അടപടലെ അന്വേഷണം വേണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ആവശ്യപ്പെട്ടു. ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശബരിമല പീഠം കാണാതായത് രാഷ്ട്രീയ വിവാദമാക്കാനാണ് ശ്രമമെന്നും താൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് പീഠം പിടിപ്പിച്ചതെന്നും ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും ചീഫ് എഞ്ചിനീയർക്കുമാണെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറും പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു 6 കിലോ സ്വർണ്ണം അയ്യപ്പൻ്റെ അടിച്ചു മാറ്റി പറഞ്ഞിട്ട് രാഷ്ട്രീയമായിട്ട് പറയാമെന്നല്ലാതെ ആരും അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരാളിനെ ചുമതലപ്പെടുത്താൻ പാടുണ്ടോ എന്നുള്ളത് നമ്മൾ വിജിലൻസിൻ്റെ തിരുവാഭരണം കമ്മീഷണർ
കമ്മീഷണർ, വിജിലൻസ്, ചീഫ് എഞ്ചിനീയർ ഇത്രയും പേരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കപ്പൽ അപകടം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ദുരിതാശ്വാസമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. MSC എൽസ കപ്പൽ അപകടത്തെ പറ്റിയാണ് പറയുന്നത്. കപ്പൽ അധികൃതരിൽ നിന്നും നഷ്ടപരിഹാരവും കിട്ടിയില്ല. ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. നഷ്ടപരിഹാര നടപടികളും പാതി വഴിയിലാണ്. ടോപ് 10 സ്പെഷ്യൽ കാണും. MSC എൽസ കപ്പൽ ദുരന്തത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ ദീർഘകാലമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളിൽ 80% കുടുംബങ്ങളും നിത്യവൃത്തിക്കായി വരുമാനം തേടുന്നവരും മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലാത്തവരുമാണ്. അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തുവന്ന പ്ലാസ്റ്റിക് മത്സ്യവളർച്ചയെ തടസ്സപ്പെടുത്തുകയും വലകളും ബോട്ട് എഞ്ചിനുകളും കേടാകുന്നതിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഈ കേടുപാടുകൾ തീർക്കുന്നതിന് വലിയ രീതിയിലുള്ള പണം ആവശ്യമാണ്. പല കുടുംബങ്ങളും വായ്പയായി എടുത്ത പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ദുരിതത്തിലാണ്. പലർക്കും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്നാൽ കപ്പൽ കമ്പനി മത്സ്യത്തൊഴിലാളികളോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും ഗ്രീൻ പീസ് ഇന്ത്യയും പറഞ്ഞു. നിയമ സംവിധാനങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ച് കമ്പനി നഷ്ടപരിഹാര തുക കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. അതേസമയം കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കപ്പൽ കമ്പനി 1200 കോടി രൂപ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് ഉത്തരവ്. നേരത്തെ 9531 കോടി രൂപ നഷ്ടപരിഹാരമാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MSC എൽസ കപ്പലുണ്ടാക്കിയ ദുരിതത്തിൽ നിന്നും കരകയറാനാകാതെ മത്സ്യത്തൊഴിലാളികൾ. വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാൻ പോലും നിവർത്തിയില്ലെന്നാണ് അവർ പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ക്ലെയിം നടപടിക്രമങ്ങൾ സർക്കാർ അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉപജീവനം നഷ്ടപ്പെടുന്നതായ വല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കന്റിനെയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കപ്പൽ ഒഴുക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ കന്റിനെയർ മോയിന്ന് കിടക്കുന്നത് രാവിലെ കാണാൻ പറ്റും, സൂര്യോദയത്തിൽ കാണാൻ പറ്റും, രാത്രി കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒഴുക്കിൽ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ വള്ളം ഓടിപ്പോകുമ്പോൾ ഈ മപ്പിളർ തട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൽ സാവറ്റിൻ്റെ കേടുപാട് സംഭവിക്കും. ആ കേടുപാട് സംഭവിച്ചപ്പോൾ അപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ ഹീറിൻ്റെ പണി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഹീറിൻ്റെ പണി വന്നില്ല എന്നുണ്ടെങ്കിൽ റാഡ പിസ്റ്റൻ്റെ പണി വരും. അത് നാശനഷ്ടമാണ്. പിന്നെ രണ്ടാമതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ കയറി പോകുമെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ വള്ളം പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോകുന്ന സമയത്ത് അത് റിപ്പയറിങ് പണി എന്നുള്ളത് ചില സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുതൽ എടുക്കുന്നക്കാലും ഇരട്ടിപ്പണിയാണ് അതിനകത്ത് വരുന്നത്. 2.5 മാസത്തോളം അവർ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നഷ്ടമാണ് ഞങ്ങൾക്ക് വന്നത്. മത്സ്യത്തൊഴിലാളി മക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ പഠിപ്പിക്കാനോ ഒരു അസുഖത്തിനോ ഒരു ഗതികളും ഇല്ലാതെ മക്കളൊക്കെ നക്ഷത്രക്കാലെണ്ണുകയാണ്. ദുരിതം അനുഭവിക്കണം. മക്കളൊക്കെ ദുരിതത്തിലാണ് കഴിയുന്നത്. അവർ ഇപ്പോൾ കടലിൽ ഇറങ്ങിയിട്ട് ഈ മറിഞ്ഞ കണ്ടെയ്നർ അലക്ഷ്യമായിട്ട് ഒഴുകുന്നതൊക്കെ കടലിനടിയിൽ ഇത് എടുത്തു മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതിനുവേണ്ടിയുള്ള ചില നടപടികൾ ആരംഭിച്ചുവെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതുമൂലം മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. എവിടെയൊക്കെ മത്സ്യബന്ധനം നടത്തുന്നു അവിടെയൊക്കെ വലകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കടലേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഇത് സർക്കാർ നേരെ നമ്മളെ നോക്കിയാൽ മാത്രമേ തീരദേശം നിർത്താൻ പറ്റത്തുള്ളൂ. നഷ്ടമുള്ളവർക്ക് അതൊക്കെ തീർത്തു കൊടുക്കണം. തീർത്താലേ കാര്യം നടക്കത്തുള്ളൂ. നമുക്ക് എൻ്റെ കയ്യും കാലം ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ പോറ്റി വളർത്താൻ പറ്റുമല്ലോ, എൻ്റെ മക്കളെ പഠിപ്പിക്കണം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആതിര രാധാകൃഷ്ണൻ നൽകും. ആതിര, മാസങ്ങളായി ഈ പ്രതിസന്ധി ഉണ്ടായിട്ട് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം മത്സ്യത്തൊഴിലാളികളെ സാരമായി ബാധിച്ചു എന്നുള്ളത് നിരവധി റിപ്പോർട്ടുകളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അത് കൂടുതൽ മനസ്സിലാവുകയാണ്. പ്രധാനമായും ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുക? മെയ് 24-ലാണ് MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ ഇത്തരത്തിൽ ഈ കടലിൽ മുങ്ങുന്നത്. അതിനുശേഷം വളരെയധികം ഒരു പ്രതിസന്ധിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയ്ക്കും ഉണ്ടായിരുന്നത്. മെഡിറ്ററേനിയൻ കമ്പനി 1997 നിർമ്മിച്ച കപ്പലാണ് ഈ MSC എൽസ 3 എന്ന് പറയുന്നത്. പക്ഷേ ഈ കപ്പൽ മുങ്ങിയതിനു ശേഷം വളരെയധികം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് മത്സ്യമേഖലയെ തന്നെയാണ്. ആ സമയങ്ങളിലൊക്കെ ഈ കപ്പൽ മുങ്ങിയ സമയങ്ങളിലൊക്കെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നു. ഒപ്പം ഈ മത്സ്യമേഖലയ്ക്ക് തന്നെ വളരെയധികം
പ്രതികൂലമായൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളിൽ അതിനുശേഷവും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം വിൽപ്പനയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മത്സ്യത്തിൽ വിഷാംശം കലർന്നിരിക്കാം എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ അന്ന് ഉയർന്നു വന്നിരുന്നു. അതുമുതൽ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളെ ഈ കപ്പൽ മുങ്ങിയിട്ടുള്ള ഈ കപ്പൽ ഛേദം വളരെയധികം പ്രതികൂലമായി ബാധിച്ചിരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷവും ഈ ഒരു പ്രതിസന്ധിക്ക് അന്ന് അവർക്കുണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടത്തിന് ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ്. ഈ നഷ്ടപരിഹാര തുക, ഈ കമ്പനി നഷ്ടപരിഹാര തുക നൽകണമെന്നും സർക്കാർ ആ നഷ്ടപരിഹാര തുക വാങ്ങിച്ചു നൽകണമെന്നുമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം. പക്ഷേ കമ്പനിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് നഷ്ടപരിഹാര തുക കുറച്ചു കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ കമ്പനി തങ്ങൾക്ക് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഈ ബാധ്യത നികത്താനാവുന്ന തരത്തിലുള്ള നഷ്ടപരിഹാര തുക നൽകുന്നില്ല. അതിൽ നിന്നും കമ്പനി അത്തരത്തിലൊരു വളരെ കുറഞ്ഞ തുകയാണ് നഷ്ടപരിഹാരമായി നൽകാമെന്ന് കമ്പനി പറയുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഇവർ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇനിയും ഈ നഷ്ടപരിഹാര തുക നൽകിയില്ലെങ്കിൽ വളരെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക്, സാമ്പത്തിക ബാധ്യതയിലേക്ക് ഈ മത്സ്യമേഖല അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കടക്കുമെന്നുള്ളതാണ്. പ്രധാനമായും ഈ നഷ്ടപരിഹാര തുക എത്രയും പെട്ടെന്ന് സർക്കാർ വാങ്ങിച്ചു നൽകണമെന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആവശ്യമായ നടപടികൾ സർക്കാർ അതിവേഗം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിദേശ നിർമ്മിത സിനിമകൾക്ക് 100% തീരുവ ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസിലെ സിനിമാ വ്യവസായത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തന്റെ തീരുമാനമെന്ന് ട്രംപ് പറഞ്ഞു. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മിഠായി മോഷ്ടിക്കുന്നത് പോലെ നമ്മുടെ സിനിമാ നിർമ്മാണ മേഖലയെ മറ്റു രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് കുറിച്ചു. ഇന്ത്യൻ സിനിമകളുടെ വിദേശ ബോക്സ് ഓഫീസിന്റെ ഏകദേശം 35 മുതൽ 40% വരെ സംഭാവന ചെയ്യുന്നത് അമേരിക്കയാണ്. ട്രംപിന്റെ തീരുമാനം ബോളിവുഡിനും ഇന്ത്യയിലെ പ്രാദേശിക സിനിമാ വ്യവസായത്തിനും തിരിച്ചടിയാകും. തീരുമാനം നടപ്പിലായാൽ ടിക്കറ്റ് വിലയും വിതരണ ചെലവും ഇരട്ടിയാകും. യുഎസിൽ നിർമ്മിക്കാത്ത ഗൃഹോപകരണങ്ങൾക്ക് ഗണ്യമായ തീരുവ ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നാളെ ഒറ്റ ദിവസം സർക്കാർ സർവീസിൽ നിന്നും രാജിവെക്കുന്നത് 1 ലക്ഷം പേർ. വിവിധ വകുപ്പുകളുടെ പുനഃസംഘടനയുടെയും ചെലവ് ചുരുക്കലിന്റെയും ഭാഗമായി ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്ന സ്വയം വിരമിക്കൽ പദ്ധതി പ്രകാരമാണ് കൂട്ടരാജി. ഗവൺമെന്റിന്റെ ചെലവുകൾക്കുള്ള ഫണ്ട് ഉറപ്പാക്കാനുള്ള ബിൽ പാസാക്കാൻ എതിർപക്ഷമായ ഡെമോക്രാറ്റുകൾ വിമുഖത കാട്ടുന്നത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ട്രംപും ഡെമോക്രാറ്റ് നേതാക്കളും തമ്മിൽ നിർണായക ചർച്ച നടത്തും. ചർച്ച പൊളിഞ്ഞാൽ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലിലേക്ക് അത് നയിക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. ആകെ രാജിവെക്കുന്നത് 2.75 ലക്ഷം പേരാണ്. ഇവരെ തുടക്കത്തിൽ 8 മാസത്തേക്ക് ലീവിലാണ് പറഞ്ഞുവിടുക. ഈ 8 മാസവും ശമ്പളം ലഭിക്കും. വിരമിക്കൽ ആനുകൂല്യമായി മൊത്തം $14.8 ബില്യൺ ഏകദേശം 1.3 ലക്ഷം കോടി രൂപ ചെലവ് ട്രംപ് ഭരണകൂടം നേരിടും. IS റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികൾക്ക് 8 വർഷം വീതം കഠിന തടവ്. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർക്കുള്ള ശിക്ഷയാണ് കൊച്ചി NIA കോടതി വിധിച്ചത്. പ്രതികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ യുവാക്കളെ ISലേക്ക് ആകർഷിക്കുകയും ഇവർക്ക് പരിശീലനം നൽകുകയും ചെയ്തതായി തെളിഞ്ഞിരുന്നു. 2017-18 കാലഘട്ടത്തിൽ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ISലേക്ക് റിക്രൂട്ട്മെന്റിന് ശ്രമിച്ച കേസിലാണ് പ്രതികളുടെ ശിക്ഷ വിധിച്ചത്. ഭീകരവാദ സംഘടനയിൽ അംഗമാവുക, ഭീകരവാദ ആശയപ്രചാരണം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. 3 വകുപ്പുകളിലും 8 വർഷം വീതം കഠിന തടവാണ് വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് ശിക്ഷിച്ചത്. 2013 മുതൽ പ്രതികൾ IS റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നുവെന്നും 2017 ഇരുവരും കേരളത്തിലും തമിഴ്നാട്ടിലും സഞ്ചരിച്ച് ആശയപ്രചരണം നടത്തുകയും രഹസ്യയോഗങ്ങൾ ചേരുകയും ചെയ്തുവെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശിക്ഷയിൽ ജയിലിൽ കിടന്ന കാലയളവിന് ഇളവ് ലഭിക്കും. 2019 മുഹമ്മദ് അസറുദ്ദീനെയും ഷെയ്ഖ് ഹിദായത്തുള്ളയെയും NIA അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിൽ ചാവേറായ ജമീഷ മുബിൻ നേരത്തെ ജയിലിലെത്തി അസറുദ്ദീനെ കണ്ടിരുന്നു. കോയമ്പത്തൂർ ഉക്കടം കാർ ബോംബ് സ്ഫോടനത്തിലെ ഗൂഢാലോചന കേസിലും പ്രതികളാണിവർ. ഈ കേസിലെ വിചാരണയും നടന്നുവരികയാണ്. അമൃത ന്യൂസ്, കൊച്ചി. ഏഷ്യാകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ട്രോഫി മെഡലുകളുമായി കടന്നുകളഞ്ഞ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാക് ആഭ്യന്തരമന്ത്രിയുമായ മൊഹസിൻ നഖ്വിക്കെതിരെ BCCI രംഗത്ത്. ട്രോഫി ഇന്ത്യക്ക് നൽകണമെന്നും നവംബർ ആദ്യവാരം ദുബായിൽ നടക്കുന്ന ICC യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ പ്രതികരിച്ചു.
ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മോസിൻ നഖ്വി സമ്മാനദാന ചടങ്ങിൽ എത്തിയതോടെയാണ് ചടങ്ങിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയത്. നഖ്വിയിൽ നിന്ന് ഏഷ്യ കപ്പ് വാങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുകയായിരുന്നു. പാകിസ്ഥാൻ മന്ത്രി എന്ന നിലയിലും നഖ്വിയുടെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പശ്ചാത്തലത്തിലുമാണ് ഇന്ത്യയുടെ തീരുമാനം. എന്നാൽ നഖ്വിക്കൊപ്പം വേദി പങ്കിട്ട എമിറേറ്റ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ നഖ്വി ഇത് അനുവദിച്ചില്ല. ഏഷ്യ കപ്പ് ട്രോഫി എടുത്തുകൊണ്ടുപോകാൻ നഖ്വി നിർദ്ദേശിക്കുകയായിരുന്നു. വ്യക്തിഗത മെഡലുകൾ ഇന്ത്യൻ ടീം സ്വീകരിച്ചിരുന്നു. മറ്റു മെഡലുകളോ ട്രോഫിയോ ഏറ്റുവാങ്ങുന്നില്ലെന്ന് ICC അറിയിച്ചതായി കമന്റേറ്റർ അറിയിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു. പിന്നാലെ നഖ്വി ഉൾപ്പെടെ എല്ലാ ICC ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം വിട്ടു. അതേസമയം നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഇന്ത്യക്ക് ട്രോഫി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് BCCIയുടെ നിലപാട്. എന്നാൽ അതിന്റെ പേരിൽ ട്രോഫിയും മെഡലുകളും മോസിൻ നഖ്വി അദ്ദേഹത്തിന്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് അനുവദിക്കാനാവില്ല എന്നും അത് ബാലിശമായ നടപടിയെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെക്രട്ടറി ദേവജിത് സൈക്കിയ വ്യക്തമാക്കി. So we have refused to take that trophy, but that does not mean that that gentleman will take the trophy and the medals which is to be given to our country to his own hotel room. So that is totally unexpected, and we hope semblance of morality, at least we are expecting that from him. And in any case, BCCI as well as we are going to lodge a very strong protest against the behavior of the gentleman in today's prize distribution ceremony. നവംബറിൽ ദുബായിൽ നടക്കുന്ന ICC യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് BCCI അറിയിച്ചിട്ടുണ്ട്. ആവേശകരമായ ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യനായ ശേഷം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.